ഹായ് ഗൈസ്, കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ കമ്മട്ടിപ്പാടം ക്ലബ്ബ് നടത്തിയിട്ടുണ്ടായിരുന്ന കാർണിവൽ ഉണ്ടായിരിക്കുന്ന ഇഷ്യൂവിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ശേഷം ഇൻസ്റ്റയിലും വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിനകത്തുള്ള കുറച്ച് അധികം കാര്യങ്ങളോട് നമുക്കിവിടെ സംസാരിക്കാനുണ്ട്. അതിന് മുന്നേ ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം കുറച്ച് ആളുകൾ എനിക്ക് പേഴ്സണലി മെസ്സേജും കോൾ ചെയ്തും ചോദിച്ചിരുന്നു, എടാ നീ ഓക്കെ അല്ലേ എന്ന്. നിലവിൽ ഞാൻ ഓക്കെയാണ്. കാക്കിയിട്ട ചില ഗുണ്ടകൾ തന്ന സമ്മാനത്തിൻ്റെ പാടുകളുണ്ട് എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ പലരും പറഞ്ഞിരുന്നു, എടാ ഇനി നീ സൂക്ഷിക്കണം, പോലീസുകാരാണ്, അവർ നിന്നെ പെടുത്തെന്ന് പറഞ്ഞിരുന്നു. ശരിയാണ്, എനിക്കറിയാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, വള്ളിയുടെ മേളിൽ വള്ളിയാണല്ലോ ഞാൻ പിടിച്ചു വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസുകാർ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്നെ പെടുത്തുന്നുള്ളത് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ പല ആളുകളും വിചാരിക്കുന്നുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ നിനക്ക് മിണ്ടാതിരുന്നാൽ പോരെയെന്ന്. അങ്ങനെ പേടിച്ച് മിണ്ടാതിരിക്കാൻ നിലവിൽ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ പറയാനുള്ള വേറൊരു കാര്യം വെച്ചാൽ, ഇപ്പം പോലീസുകാരുടെ വേറൊരു നറേറ്റീവ് വരുന്നുണ്ട്. നമ്മളീ സംസാരിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു സംഭവങ്ങളേ ഉണ്ടായിട്ടില്ല, ഇതൊന്നുമേ ഉണ്ടായിട്ടില്ല, അവർക്കിത് അറിയേ ഇല്ല എന്നുള്ള രീതിയിലുള്ള വേറൊരു നറേറ്റീവ് വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ ആരൊക്കെയോ ചോദിച്ചിരുന്നു, നീ ഇവിടെ വീഡിയോ ഒന്നും കാണിച്ചില്ലല്ലോ എന്നൊക്കെ. ഞാൻ ഒരു വീഡിയോ മാത്രമേ വെച്ചുള്ളൂ, അതും ബ്ലർ ചെയ്തിട്ട്. കാര്യം എന്ന് വെച്ചാൽ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒരു കമൻറ്റ് പിൻ ചെയ്ത് ഞാൻ വെച്ചിരുന്നു. എൻ്റെ ഇൻസ്റ്റയിൽ റീലിൽ പോയി നോക്കിയാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോറി, എൻ്റെ ഇൻസ്റ്റയിലെ സ്റ്റോറിയിൽ ഞാൻ എൻ്റെ പല വീഡിയോസും ഞാനാണെങ്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ പോലീസുകാരെ ഒന്നുമേ നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് ഇപ്പം അവർ നമ്മൾ കള്ളമാണെന്ന് പറയുന്നതെന്ന് പറയുമ്പോൾ കാണിക്കാനെ കൊണ്ടുള്ള ഒരു എവിഡൻസ് ആയേ. ഇനിയും പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ, അവിടെ ഉണ്ടായിരിക്കുന്ന ഇവരുടെ ഈ ഒരു ക്രൂരതകൾ നേരിടേണ്ടി വന്നിട്ടുള്ള ചില ചേച്ചിമാരുണ്ട്, മൈനറായിട്ടുള്ളൊരു പയ്യനുണ്ട്. നമ്മൾ കണ്ണുകൊണ്ട് കണ്ട സാധനങ്ങളാണ് പറയുന്നത്. അപ്പം ഇവരൊക്കെ വന്ന് നിങ്ങൾ പോലീസുകാരാണ്, പോലീസുകാർക്കെതിരെ സംസാരിച്ച് കഴിഞ്ഞാൽ ഇവർ പെടുത്തുമോ, നാളെ പണി തരുമോ എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും പല ആളുകളും മിണ്ടാണ്ടിരിക്കുന്നത്. എനിക്കൊന്നേ പറയാനുള്ളൂ, നാളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിരവധി പരിപാടികൾ നമ്മുടെ പത്തനംതിട്ടയിൽ നടക്കും, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഏത് സൈഡിലും ആയിക്കോട്ടെ. ആ സമയത്തും ഇതുപോലത്തെയുള്ള ഉദ്യോഗസ്ഥർ ഇങ്ങനെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിൽ ലാപ്ടോപ്പ് തല്ലിപ്പൊടിച്ചത് ഇവിടെ DJ ചെയ്യാൻ വന്നേക്കുന്ന അബ്രാം എന്ന് പറയുന്ന ചേട്ടനെ അല്ലേ. ഞാൻ ഇന്ന് ചേട്ടനെ വിളിച്ച് സംസാരിച്ചിരുന്നു. ആ ചേട്ടനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ലാതെ അതിനുശേഷം സ്റ്റേഷനിലോട്ട് ചേട്ടനെ പിന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് പുള്ളിയുടെ ഫാമിലിനെ വിളിച്ച് വരുത്തിയിട്ട് അവിടെ ഇരുത്തി കാണിച്ചു കൂട്ടിയേക്കുന്ന കുറച്ച് പരിപാടികളുണ്ട്. ഓക്കെ, ഞാനിത് പറയുമ്പോഴും നമ്മൾ ഒരിക്കലും ഈ ഇന്ത്യയിലെ ഏറ്റവും ബ്രില്യൻ ഫോഴ്സാണ് കേരള പോലീസ്. അവരൊരിക്കലും അടച്ചാക്ഷേപിക്കുക കാര്യങ്ങളൊന്നും അല്ല. ഇവിടെ കിടിലങ്ങളായിട്ടുള്ള പത്തനംതിട്ടയിൽ തന്നെ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാം, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന നല്ലവരായിട്ടുള്ള പല ഉദ്യോഗസ്ഥരുമുണ്ട്. അവർക്ക് എല്ലാവർക്കും നാണക്കേട് ഉണ്ടാക്കുന്ന ഇത്തരം ചില കീടങ്ങളുണ്ട്. അവരെ പറ്റിയിട്ട് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ പേടിച്ച് നമുക്ക് മിണ്ടാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഇന്ത്യയാണ്, അല്ലാതെ നോർത്ത് കൊറിയൻ കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഇനി കഴിഞ്ഞ ദിവസം അബ്രാം ചേട്ടൻ്റെ ആണെങ്കിൽ ലാപ്ടോപ്പ് തല്ലി പൊട്ടിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഒന്നുകൂടി ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഈ അബ്രാം എന്ന് പറയുന്ന പാവം പിടിച്ചൊരു ചേട്ടനാണ്. ആ ചേട്ടൻ്റെ വരുമാന മാർഗ്ഗം ഇല്ലാണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഇവരിവിടെ ചെയ്തേക്കുന്നത്. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു വീഡിയോ ഇട്ട ടൈമിലൊക്കെ പല ആളുകളും ചോദിച്ചിരുന്നു, ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്നൊക്കെ പല കമൻസ് കാര്യങ്ങൾ കണ്ടിരുന്നു. നിങ്ങളെ ചോദിച്ചിരിക്കുന്ന പല കാര്യത്തിനുള്ള കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ എൻ്റെ ഒരു ക്ലാരിറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ കാര്യത്തിൻ്റെ. ഓക്കെ, എന്താണെങ്കിൽ ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ട്. പത്തനംതിട്ടയിൽ DJ ആർട്ടിസ്റ്റിൻ്റെ ലാപ്ടോപ്പ് ചവിട്ടി തെറിപ്പിച്ച സംഭവം അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി. ഞാൻ ഇനി ആ ഒരു ന്യൂസ് കൂടെ കൊണ്ടുവെക്കാം. പല ന്യൂസ് ചാനൽസ് ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെ പറഞ്ഞിരുന്നതാണ്. ഏതായാലും ഈ സംഭവം അത് ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് വന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP H വെങ്കടേഷിനോട് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനുശേഷം തുടർ നടപടി സ്വീകരിക്കാനും മുഖ്യമന്ത്രി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹഷ്മി, കേട്ടില്ലേ, ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന സ്ഥിതിക്ക് മുഖ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ആ എടുത്തു വെച്ച വീഡിയോസൊക്കെ എവിഡൻസ് ആയിരുന്നു അല്ലേ. ആ ചേട്ടൻ്റെ ആ ഒരു ലാപ്ടോപ്പ് തല്ലിപ്പൊട്ടിക്കുന്ന ആ ഒരു വീഡിയോ, ആ ചേട്ടൻ അത് എടുത്തു വെച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് ആ ചേട്ടൻ്റെ ഭാഗം ന്യായമുള്ള രീതിയിൽ നമുക്ക് കാണിക്കാൻ പറ്റുക അല്ലേ. അല്ലെങ്കിൽ എന്താ പറയുക, ഇത് വെറും ആരോപണം മാത്രമാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ തല്ലിപ്പൊട്ടിച്ചിട്ട് ഇങ്ങനെ പോലീസുകാർക്കെതിരെ പറയണമെന്നൊക്കെ അവർക്ക് വാദിച്ചുകൂടെ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവിടെ പ്രശ്നങ്ങളുണ്ടാക്കി അവർ തന്നെ അടിച്ച് പൊട്ടിച്ചാണ്, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് തറയെ വീണാണ്, എന്നിട്ട് പോലീസുകാരെ മണ്ട കിട്ടുകയെന്ന് പറഞ്ഞുകൂടെ? ഞാൻ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞു, നമ്മളിപ്പോൾ പോലീസുകാർക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുക, ഹയർ അതോറിറ്റിയിൽ കംപ്ലൈൻറ്റ് കൊടുത്തെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അവരെ വെറുപ്പിക്കുക എന്നുള്ളതല്ലാതെ വേറെ എന്താ അവിടെ സംഭവിക്കുക? ഇപ്പം നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്താലും പൊതുജനം ഇത് അറിയുന്നില്ലല്ലോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. പക്ഷെ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഗുണങ്ങളൂടെ ഉണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. ആൻഡ് ഈ ഒരു വിഷയത്തിൽ ഈ പല ന്യൂസ് ചാനൽസിൻ്റെ കടയിൽ വന്നിരിക്കുന്ന ചില കമൻസ് ഉണ്ടായിരുന്നു. അതിലെ 2 കമൻസ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം. ഈ കഥ അറിയാതെ ആട്ടം കാണുന്ന ചില ആൾക്കാരാണ്, അതിന് മറുപടി പറയാണ്ടിരിക്കാൻ പറ്റില്ല. എന്തായാലും പോലീസ് ചെയ്തത് വളരെ നന്നായി, അഭിനന്ദനങ്ങൾ. ഈ പോലീസ് ഓഫീസർമാർക്ക് കുടുംബവും ന്യൂ ഇയർ ഒക്കെ ഉണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, അവർക്ക് കുടുംബവും കുട്ടികളൊക്കെ ഉണ്ട്. ആ കുടുംബത്തിലും കുട്ടികളുള്ള സ്ത്രീകളുടെ അടുത്തും കുട്ടികളുടെ അടുത്തും ഈ രീതിയിലുള്ള വർത്തമാനങ്ങളാണോ
കുഞ്ഞിനെയും കൊണ്ട് പിടിച്ചിരിക്കുന്ന ഒരു ചേച്ചിയുടെ അടുത്ത് പറയാണ് എന്തോ ആണ് പോയെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പച്ചയ്ക്ക് ചോദിക്കുന്നത്. ഇങ്ങനെയാണോ അവരുടെ വീട്ടിലുള്ളവരോട് അവർ സംസാരിക്കുന്നത്? മാന്യമായിട്ട് സംസാരിക്കാൻ അറിയില്ല. എൻ്റെ പ്രായത്തിലുള്ള മക്കൾ അവർക്ക് എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ. ആ മക്കളൊക്കെ വെറുതെ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്കിനും ഒരാവശ്യമില്ല അവർ ലാത്തി എടുത്തിട്ട് ചുമ്മാ അടിച്ചുകൊണ്ടിരിക്കുമായിട്ട് വെറുതെ ഇന്ന് തെറി വിളിക്കും ഇവർ. അവർക്ക് ന്യൂ ഇയർ ആണ്, കുടുംബവും കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണ്. ഈ ലഹരി പാർട്ടിയൊക്കെ കഴിഞ്ഞ് റോഡിൽ ഇറങ്ങുമ്പോഴൊക്കെ ചത്താലും പോലീസ് ഓഫീസറിന് തന്നെ ആയിരിക്കും പഴി. ഈ ലഹരി പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ ലഹരി പാർട്ടിയാണ് നടന്നതെന്നുള്ളത് വന്ന് കണ്ടിട്ടാണ് ഈ വർത്തമാനം പറഞ്ഞതെന്നുള്ളത് അറിയത്തില്ല. ഓക്കെ, എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറയരുത്. എന്തായാലും PTA പോലീസിന് എൻ്റെ ഹേർട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല കാര്യം തന്നെ, അവിടെ നല്ലവരായിട്ടുള്ള പല ഉദ്യോഗസ്ഥരുണ്ട്. എന്നാൽ ഇതിനകത്തുള്ള ചില കീടങ്ങളുണ്ട്. അവർക്കാണ് നിങ്ങൾ ഹേർട്ട് കൊടുത്തതെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞ പോലെ പുറത്തിറങ്ങിയിട്ട് വെറുതെ നിങ്ങളെ വന്ന് പോലീസുകാർ തല്ലിയെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ അപ്പോഴും ഇതുപോലെ ഹാർട്ട് ഇട്ട് കൊടുക്കണം എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ന്യൂ ഇയറിന്റെ പേരിൽ നല്ലൊരു ശതമാനം ആളുകൾ കൂത്താട്ടം തെമ്മാടിത്തരം കാട്ടിക്കൂട്ടുന്നത് അതിനെ പോലീസിൽ തന്നെ ഇറങ്ങി ചെന്ന് ഇതുപോലെ അങ്ങോട്ടും ആറാടിയതിൽ പോലീസിന് ബിഗ് സല്യൂട്ട്. ചിലർ ന്യൂ ഇയർ വരാൻ കാത്തിരിക്കുകയാണ്. എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് അഴിഞ്ഞാടാൻ അതിന് ഇതൊക്കെ തന്നെ പറ്റൂ. ഇവിടെ അഴിഞ്ഞാടിയത് പോലീസുകാരാണ്. ഇവിടെ കൂത്താട്ടോ ഈ പരിപാടികൾ കാണിച്ചിരിക്കുന്ന ഈ പറയുന്ന കാക്കിയിട്ടേക്കുന്ന ഗുണ്ടകളാണ് വന്നിട്ട് ഈ കൂത്താട്ടം കാണിച്ചേക്കുന്നത്. തൊട്ടപ്പുറത്ത് വേറെ ആൾക്കാർ അടി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി പിടിച്ചു മാറ്റാനൊക്കെ ഉള്ള ഈ പറയുന്ന എഫിഷ്യൻസി ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ഇനഫിഷ്യൻസി വന്ന് തീർത്തത്, അല്ലെങ്കിൽ ഇവർ എന്ത് സാധനം അടിച്ചിട്ടാന്ന് വന്നെന്നുള്ള അറിയത്തില്ല, അത് തീർത്തത് നിരപരാധികളായിട്ടുള്ള കുറച്ച് ആൾക്കാരെയാണ്. ഓക്കെ, ഇനി എന്താണെങ്കിലും ഈ ചേട്ടൻ മീഡിയാസിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്നതിനെ പറ്റി നമുക്ക് അതൊന്ന് കേൾക്കാം. പത്തനംതിട്ടയിൽ പോയാണ് പ്രോഗ്രാം ചെയ്തത്. അതെ, പത്തനംതിട്ടയിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്തത്. അത് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞിട്ടാണ് നമുക്കൊരു പ്രോഗ്രാം ചെയ്യാം, നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഒരു ന്യൂ ഇയർ പാർട്ടി പോലെ ടിക്കറ്റ് ഇല്ലാതെ നമുക്കൊരു പ്രോഗ്രാം ചെയ്യാമെന്നൊക്കെ പറഞ്ഞാണ് ഞാൻ പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവിടെ ചെന്നത്. ചെന്നപ്പോൾ തൊട്ടേ നമ്മൾ കമ്മിറ്റിക്കാരോട് ചോദിക്കുന്നുണ്ട് ഓൾറെഡി പെർമിഷൻ എത്ര മണി വരെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു പെർമിഷൻ ന്യൂ ഇയർ ആയതുകൊണ്ട് നമുക്ക് ടൈം പ്രോബ്ലം ഇല്ല, എല്ലാം ഓക്കെ ആണെന്ന് സംഘാടകരും അവിടെ നിന്നൊരു കൗൺസിലർ നമ്മളോട് പറഞ്ഞു. അതിനെ തുടർന്നാണ് അവർ പറഞ്ഞ സമയത്ത് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഒരു 4-5 പാട്ടായപ്പോഴത്തേനും എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് വന്നതാണ്. ആ ഒരു സമയത്താണ് പെട്ടെന്ന് ഒരു സാറിനെ കണ്ടു. ഞാൻ അപ്പോഴേ ലാപ്ടോപ്പ് എല്ലാം ഓഫ് ചെയ്തു. ഓഫ് ചെയ്ത് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് ഒരു സാറ് പെട്ടെന്ന് കയറി വന്നിട്ട് ഇത് ചവിട്ടി പൊട്ടിക്കുകയൊക്കെ ചെയ്തത്. ലാപ്ടോപ്പ് ചവിട്ടി പൊട്ടിക്കാൻ എന്തായിരുന്നു കാരണം എന്നാണ് അഭിരാമന് തോന്നുന്നത്? സാർ, പ്രത്യേകിച്ച് കാരണങ്ങളായിട്ട് പറയാനാണെങ്കിൽ എല്ലാത്തിനും വീഡിയോ തെളിവുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇന്നലെ തന്നെ ഒരു മീഡിയയിൽ പറയുന്നത് കേട്ടു, പലതവണ നിർത്താൻ ആവശ്യപ്പെട്ടിട്ട് നിർത്താതെ വന്നപ്പോഴാണ് നശിപ്പിച്ചതെന്നാണ്. അപ്പം അവർക്ക് എങ്ങനെ വേണമെങ്കിലും തെളിയിക്കാൻ വേണമെങ്കിൽ എങ്ങനെയാണ് ആ പലതവണ എന്നോട് അറിയിച്ചതെന്ന്. ഒരു വീഡിയോയിൽ പോലും ഒരു പോലീസുകാരും സ്റ്റേജിൽ അതിനു മുന്നേ വന്നിട്ട് എന്നോട് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ആരും നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഈ പോലീസുകാരനെ കണ്ടുകൊണ്ട് ഞാനായിട്ടാണ് നിർത്തുന്നത്. നിർത്തിയതിന് ശേഷമാണ് ഇവർ നിർത്തി ഒരു 2 സെക്കൻഡ് എങ്ങനായി കാണത്തേ ഉള്ളൂ, ഓൺ ദി സ്പോട്ടാണ് കയറി വന്നിട്ട് ഇത് ചവിട്ടി പൊട്ടിക്കുന്നത്. എന്ത് കാരണത്താലാണ് പൊട്ടിച്ചതെന്ന് ഒന്നും അറിയില്ല. അതിനുശേഷം എന്നെ കോളറിൽ പിടിച്ച് വലിച്ചഴിച്ച് അത്രയും ഓഡിയൻസിൻ്റെ മുന്നിൽ കൂടെ നാണം കെടുത്തി അവരുടെ GP കൊണ്ട് കയറ്റിയിട്ടാണ് എൻ്റെ സ്റ്റേഷനിൽ കൊണ്ടുവരുന്നത്. എന്തോ വലിയ കുറ്റം ചെയ്ത പ്രതികളെ കൊണ്ടുപോകുന്ന പോലെ. സത്യം, കഴിഞ്ഞ ദിവസം ഞാൻ ആ ഒരു വിഷ്വൽസ് വെച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടനെ പിടിച്ചുകൊണ്ട് പോകുന്നത് കോളറിലൊക്കെ പിടിച്ച് മറ്റേ ഹെഡ്സെറ്റൊക്കെ വലിച്ച് ഊരി എറിഞ്ഞിട്ട് അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അവിടെ ഒരു തെറ്റും ചെയ്യാതെ അവിടെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 12 മണിക്ക് ശേഷം പരിപാടി നടത്തി എന്നുള്ളൊരു സാധനമാണ് പറയുന്നത്. അതിനുശേഷം മ്യൂസിക് ഒന്നും പറ്റില്ല എന്നാണെന്നുണ്ടെങ്കിൽ രാത്രി 12 മണി കഴിഞ്ഞും പത്തനംതിട്ടയിലെ പല ബാറുകളിലും സാധനം കൊടുക്കുന്നുണ്ടായിരുന്നു. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, അങ്ങനെ കാര്യങ്ങളുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഈ ചെയ്യേണ്ട എന്തിൻ്റെ പേരിലായിക്കോട്ടെ മ്യൂസിക് ഓഫ് ചെയ്യാൻ പറയാം. ഓക്കെ, അവിടെ ഇനി ആ ഒരു പരിപാടി കണ്ടിന്യൂ ചെയ്യാണ്ടിരിക്കാൻ നിങ്ങൾക്ക് നടപടി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. എന്ന് കരുതിയിട്ട് ഇതാണോ ചെയ്യേണ്ടത്? അപ്പം ഒന്നും ചെയ്യാത്ത ആ ഒരു ചേട്ടനെ വന്നിട്ട് ലാപ്ടോപ്പ് തല്ലി പൊട്ടിച്ചത് എന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടല്ല, ആ ചേട്ടൻ തന്നെ ഓഫ് ചെയ്താണ്. ഓഫ് ചെയ്തിട്ടും വന്ന് ഇതുപോലെ തല്ലി പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി അവിടെ ഒന്നും ചെയ്യാതെ ബാക്കിയുള്ള ഇത്ര ആൾക്കാർ ആലോചിച്ച് നോക്കണം. സ്റ്റേജിനകത്ത് കയറി ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റേജിന് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇവർ എന്തോരം ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഇയർ മുഴുവനും ഞാൻ എൻ്റെ അമ്മയും അച്ഛനും ഞാനും കൂടെ സ്റ്റേഷനിൽ ഇരുന്നാണ് നേരം വെളുപ്പിച്ചത്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്ന സ്ഥലത്തെ വേറെ ഒരു കമ്മിറ്റിക്കാരോ അവിടെ പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരോ അടി ഉണ്ടാക്കിയ ആൾക്കാരോ ഒന്നും സ്റ്റേഷനിൽ ഇല്ല. നിരപരാധിയായിട്ടുള്ള ഞാൻ മാത്രമായിരുന്നു സ്റ്റേഷനിൽ അന്നത്തെ ദിവസം മൊത്തവും നിന്നത്. എന്നെ കസ്റ്റഡിയിലെടുത്ത് രാവിലെ ആയപ്പോഴത്തേനും എൻ്റെ പേരിൽ 4-5 കേസുകൾ എഴുതി ചേർത്തെന്ന് അറിയാൻ പറ്റിയത്. FIR ഇട്ടു. എന്തിനു വേണ്ടിയാണ് ആ കേസുകൾ എഴുതിയതെന്നും ഇപ്പോഴും നമുക്കറിയില്ല. ഞാൻ ചേട്ടനെ വിളിച്ചപ്പോഴും പുള്ളി പറഞ്ഞിരുന്നു 3-4 കേസ് പുള്ളിയുടെ പേരിൽ FIR ഇട്ടിട്ടുണ്ടെന്നുള്ളത്. അവിടെ തൊട്ടപ്പുറത്ത് അടി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, അവരാരും സ്റ്റേഷനിലില്ല. അപ്പൊ പിന്നെ എന്താണ് അവിടെ ഈ ഉദ്യോഗസ്ഥരെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്? ഇവരെ എങ്ങനെയാണ് ഉദ്യോഗസ്ഥരെന്ന് വിളിക്കുന്നത്? ഇത് പക്ക കാക്കിയിട്ട് ഗുണ്ടായിസം തന്നെയല്ലേ കാണിച്ചിരിക്കുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത ആ ഒരു ചേട്ടനെ പോലീസ് സ്റ്റേഷനെ കൊണ്ട് വിളിച്ചിരുത്തി. എന്നിട്ട് നീക്ക് ഇനി DJ പരിപാടി എന്തിനാ നടത്തുന്നത്, നിനക്ക് വേറെ വല്ല പണിക്കും പൊക്കൂടെ എന്ന് വരെ ചോദിക്കുന്ന കാര്യങ്ങളുണ്ടായി. നമുക്ക് ബാക്കി കേൾക്കാം. സാർ, നിലവിൽ ഞാൻ പരാതി കൊടുത്തിട്ടില്ല. കാരണം ഞാനൊരു വീഡിയോ ഇട്ടതിലും കുറ്റപ്പെടുത്തിയൊന്നും സംസാരിച്ചിട്ടില്ല.
ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു വിഷമം ഉണ്ടായി. കാരണം എന്നെ പ്രതീക്ഷിച്ച് ഒരുപാട് പേര് ആ ഒരു സമയത്ത് ഈ 12-1 മണി സമയത്തും നമുക്ക് വേണ്ടി വന്ന് നിൽക്കുമായിരുന്നു ഈ പ്രോഗ്രാം കാണുവാനും എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും പേരുടെ മുന്നിൽ ഒന്ന് ഞാൻ നാണം കിട്ടു. അതിനേക്കാളും വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. എന്നെ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് എന്നോട് ഒരുപാട് ഇത് പറഞ്ഞു. എന്നോട് ഇനി DJ ചെയ്യരുത്, നിനക്ക് വല്ല പണിക്കും പൊക്കൂടെ, അങ്ങനെയൊക്കെ ചോദിച്ച് കുറേ സംസാരിച്ചായിരുന്നു, കുറേ ചീത്ത വിളിച്ചായിരുന്നു. എന്തോന്നടേ, നോർത്ത് കൊറിയ, ഇത് ഇന്ത്യ അല്ലേ? DJ ചെയ്യണോ വേണ്ടെന്നുള്ള അതൊരാളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമല്ലേ? അവിടെ ലാപ്ടോപ്പും തല്ലി പൊട്ടിച്ച്. അപ്പോൾ DJ ചെയ്യുന്നവരെ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്ത് എന്ന് കരുതിയിട്ട് അത് തല്ലി പൊട്ടിക്കുകയാണോ ചെയ്യേണ്ടത്? സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പിന്നെയും തെറി വിളിക്കുകയാണ്. ഇവരുടെ വായിൽ ഇത് മാത്രമേ വരുള്ളൂ. എന്ത് വിളിയാണ് വിളിക്കുന്നതെന്നറിയാവോ? പൊതുസമൂഹത്തിൽ ഇറങ്ങിയിട്ട് പൊതുജനങ്ങളെ ഇമാതിരി വിളിയാണ് വിളിക്കുന്നത്. ഇവർക്ക് ട്രെയിനിങ് സമയത്ത് ഇങ്ങനെയാണോ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്? എനിക്കറിയുന്നില്ല. ആ കാര്യം ഈ ചേട്ടൻ്റെ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഈ ഒരു കാര്യം പറയുന്നതിൻ്റെ ഒപ്പം തന്നെ പൊതുജനങ്ങളുടെ അടുത്ത് ഇങ്ങനെയാണോ ഇവർ പെരുമാറേണ്ടത്? എന്ത് തെറിയാണ് ഇവർ വിളിക്കുന്നതെന്നറിയോ? അവിടെ DJ പാർട്ടി അല്ലെങ്കിൽ ഇനി നീ ഇത് ചെയ്യണ്ട എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് എന്തുവാണ് ഇത്? സത്യം പറഞ്ഞാൽ ഇവരുടെ അടുത്തല്ലേ നമ്മൾ പറയുന്നത്, ഈ യൂണിഫോം ഊരി വെച്ചിട്ട് നിങ്ങൾ ഗുണ്ടായിസം കാണിക്കാനാണെങ്കിൽ അങ്ങനെ പൊക്കോളൂ. അങ്ങനെയല്ലേ അവർ പോകേണ്ടത്? നമ്മളെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത് തന്നെയാണ്, ഈ യൂണിഫോം ഇട്ടുകൊണ്ട് ഗുണ്ടായിസം കാണിക്കുമ്പോൾ പൊതുജനത്തിന് പ്രതികരിക്കാനുള്ള പരിമിതികളുണ്ട്. ഓക്കെ, അത് ആർക്കും പ്രതികരണശേഷി ഇല്ലാത്തതുകൊണ്ട് ഒന്നും അല്ല. അതിവർ മനസ്സിലാക്കണ്ടേ? യൂണിഫോം ഊരി മാറ്റിയിട്ട് ഇവർ ഇത്തരത്തിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് അതിനനുസരിച്ചുള്ള ജോലി അവർ ചെയ്യുകയാണെങ്കിൽ പൊതുജനത്തിന് അതിനനുസരിച്ച് അവരും പ്രതികരിക്കും. ഇനി ചേട്ടൻ്റെ നിലവിലെ ആവശ്യം എന്താണെന്ന് കൂടി ചേട്ടൻ ഇവിടെ പറയുന്നുണ്ട്. ഇത് ഈ ചേട്ടൻ്റെ മാത്രമല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം ഇത് തന്നെയാണ്. ഇന്നലെ എന്നെ വിളിച്ചായിരുന്നു അവിടുന്ന് വിളിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയ ലാപ്ടോപ്പ് വാങ്ങിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം എന്ന് സംസാരിച്ചായിരുന്നു. അപ്പം ഞാനും ഇപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നീതി വേണമെന്ന് പറഞ്ഞത് കാരണം കേസിനും ഈ പറഞ്ഞ മനുഷ്യാവകാശ കമ്മീഷനിലും എല്ലാം പോയി ഇത് വലിയ പ്രശ്നമാക്കി മാറ്റാനോ ഈ കേരള പോലീസിനെ മൊത്തത്തിൽ ബുദ്ധിമുട്ടിക്കാനോ വിഷമിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ ഈ സത്യസന്ധമല്ലാത്തതായിട്ടുള്ള ഈ കേസുകൾ പിൻവലിക്കുക, എനിക്ക് ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു തന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതായത് കേരള പോലീസിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. എനിക്ക് ആരോടും പരാതികളോ വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം എന്നെ അത്രത്തോളം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിലും അതാണിപ്പോൾ ഞാൻ പറഞ്ഞത്. അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ആ ലാപ്ടോപ്പ് ഇവർ തിരിച്ചു കൊടുക്കോ അല്ലെങ്കിൽ വാങ്ങിക്കൊടുക്കോ ഇല്ലെന്നുള്ളത് നമുക്കറിയത്തില്ല. കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യം തന്നെ. അല്ലെങ്കിൽ തന്നെ കേരള പോലീസ് ഇവരുടെ ഇൻസ്റ്റാ പേജിലൊക്കെ ആണെങ്കിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്ന വീഡിയോസും ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നതല്ലേ. അപ്പം ആ ഒരു പോസ്റ്റുകളിലും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അങ്ങനെ നിന്ന് പോവാതെ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊരു നടപടി എടുക്കണ്ടേ. അപ്പം ഈ സേനയിലുള്ള തന്നെ ഈ സേനയ്ക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കൂട്ടം ആളുകൾ ചെയ്തേക്കുന്ന ഈ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിന് കൃത്യമായിട്ടൊരു നടപടി ഉണ്ടാവേണ്ടേ. ആ ചേട്ടന് ലാപ്ടോപ്പ് വാങ്ങി പുതിയൊരു കൊടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇത് കിട്ടുമോ ഇല്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ല കാര്യം തന്നെ. പിന്നെ അവിടെ ആലോചിച്ച് നോക്കണം, അവിടെ അടി ഉണ്ടാക്കിയേക്കുന്ന ഒരാളുടെ പേരിലല്ല FIR എന്ന് ഇട്ടേക്കുന്നത്. ഇനി അതിന് ശേഷം ഇട്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ അന്നേ ദിവസം രാത്രിയിൽ ഈ ചേട്ടനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഈ ചേട്ടൻ്റെ പേരിൽ ഇടുക എന്ന് പറയുമ്പോൾ എന്തോടെ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുന്ന പരിപാടിയാണ്. എന്ത് പോലീസാണിത്? ഇനി പോലീസുകാരുടെ ഒരു ഭാഗം പറയുന്നുണ്ട്, അവർക്ക് എന്താ പറയാനുള്ളത് നമുക്ക് അതൊന്ന് കേൾക്കാം. പോലീസ് പറയുന്നത് ഈ പരിപാടി നിശ്ചയിച്ച സമയത്തിന് ശേഷവും നീണ്ടുപോയി. അപ്പോൾ അത്ര നേരത്തേക്ക് 1 മണിക്ക് അപ്പുറത്തേക്ക് ഈ പരിപാടി നടത്താനുള്ള സമയം അനുവദിച്ചിരുന്നില്ല. ആ പരിപാടി നീണ്ടുപോയപ്പോൾ പരിപാടിയുടെ സംഘാടകരും അവിടെ ഈ പരിപാടി കാണാൻ വന്ന ആളുകളും തമ്മിൽ നേരിയ സംഘർഷവും വാക്കുതർക്കവും ഒക്കെ ഉണ്ടായി. അപ്പോൾ പോലീസ് ഇടപെട്ടു. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് ഈ സംഘടന ഉണ്ടായ സമയത്ത് അവരെ നേരിടുകയാണ് ചെയ്തത്. അതിനിടയിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ലാപ്ടോപ്പ് തട്ടിത്തെറിപ്പിച്ചത്. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള കാര്യം അറിയില്ല എന്നുള്ള കാര്യമാണ് പത്തനംതിട്ട SP R ആനന്ദ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കും എന്നുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥൻ ഏത് സാഹചര്യത്തിലാണ് ലാപ്ടോപ്പ് കാലുകൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ചത്, ഈ കാര്യങ്ങൾ പരിശോധിക്കും എന്നുള്ള കാര്യം പത്തനംതിട്ട SP R ആനന്ദ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സംഘാടകരും പരിപാടി കാണാൻ വന്ന ആളുകളും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ പോലീസ് ഇടപെടുകയാണ് ചെയ്തത് എന്നുള്ളൊരു വിശദീകരണമാണ് SP നൽകുന്നത്. അതേസമയം എന്തിന് ഈ ലാപ്ടോപ്പ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചവിട്ടിത്തെറിപ്പിച്ചു എന്നറിയില്ല, അത് പരിശോധിക്കാം എന്നുള്ള കാര്യങ്ങൾ പറയും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കാര്യം അവിടെ തൊട്ടപ്പുറത്ത് അത്രയും വലിയ വഴക്കും പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ക്രമസമാധാനം നിലനിർത്താൻ വേണ്ടി വന്നതാണ്. അവിടുത്തെ ക്രമസമാധാനം നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഇനഫിഷ്യൻസിയാണ്, കഴിവില്ലായ്മയാണ്. അത് തൊട്ടിപ്പുറത്തുനിന്നൊരു പാമ്പ് പിടിച്ചതിൻ്റെ നെഞ്ചത്താണ് വന്ന് തീർക്കുന്നത്. അതൊരു ലാപ്ടോപ്പ് തല്ലി പിടിച്ചിട്ട് പാട്ട് ഓഫ് ചെയ്ത് എന്നിട്ടും വന്ന് തല്ലി പൊട്ടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് വേറെ കേസും കാര്യങ്ങളും ഇട്ട് കൊടുത്തു. എന്തോന്നിടേ ഇത്? എനിക്കറിയാൻ പാടില്ല ചോദിക്കുക, എന്തോന്ന് ഇത്? ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി ആ വന്നേക്കുന്ന ആൾക്കാരെന്തെങ്കിലും അടിച്ച് കയറിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുമ്പോഴത്തേക്കിന് കഴിഞ്ഞ ദിവസം ശംഖുമുഖത്ത് DJ പാർട്ടി നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ വിഷ്വൽസ് ഇങ്ങോട്ട് വെക്കാൻ പറ്റത്തില്ല, കമ്മ്യൂണിറ്റിയുടെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. ശംഖുമുഖത്ത് നടന്നേക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ട് അവർ തന്നെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ ശംഖുമുഖത്ത് DJ പാർട്ടി നടന്നു, അതിൽ പോപ്പർ വർക്ക് ചെയ്ത പിള്ളേരാണ്, അവന്മാരുടെ സാധനം മാറ്റാൻ കുറച്ച് സമയമെടുത്തു, അതിന്റെ പ്രതിഫലമാണെന്നും പറഞ്ഞുകൊണ്ട് അവന്റെ തല അടിച്ചാണ് പൊട്ടിക്കുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തല അടിച്ച് പൊട്ടിച്ച്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി അവൻ തന്നെ ഇട്ടിട്ടുണ്ട്, സുർജിത എന്നാണ് പേര്. എനിക്കും എൻ്റെ സുഹൃത്തിനും ഉണ്ടായ അനുഭവത്തിൻ്റെ ദൃശ്യങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. വർക്ക് കഴിഞ്ഞ് പാക്ക് ചെയ്യുന്നതിനിടയിൽ ഒരു പോലീസുകാരൻ വന്ന് ഇത് മാറ്റണമെന്ന് പറഞ്ഞു.
സുഹൃത്ത് 10 മിനിറ്റ് അകം മാറ്റാം എന്ന് പറയുകയും ചെയ്തു. ഇതിനിടയിലാണ് ഒരു പ്രകോപനവും ഇല്ലാതെയാണ് മിഥുൻ എന്ന CPO നമ്മളെ മർദ്ദിച്ചത്. ഫോൺ ഉൾപ്പെടെയുള്ളവർ അടിച്ചു പൊട്ടിക്കുകയും സുഹൃത്തിൻ്റെ തല അടിച്ചു പൊട്ടിക്കുകയും ചെയ്തു. ഉന്നത ഉദ്യോഗസ്ഥർക്ക് മുൻപിലാണ് ഇതൊക്കെ നടക്കുന്നത്. 2 വർഷം മുമ്പ് MDMA ഉപയോഗിക്കുന്നതിനും കച്ചവടം ചെയ്യുന്നതിന് ഈ ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ കൊടുക്കുന്ന രീതിയാണ് ഉണ്ടായത്. എന്നിട്ടും ഈ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസവും നടന്നത്. മദ്യപിച്ചുകൊണ്ട് തന്നെയാണ് എന്നെയും സുഹൃത്തിനെയും മർദ്ദിച്ചത്. വിദ്യാർത്ഥി എന്ന് പറഞ്ഞിട്ട് പോലും 20ഓളം വരുന്ന പോലീസുകാർ കൂട്ടത്തോടെ അടിക്കുകയും ചെയ്തത്. കേട്ടല്ലോ. അതായത് ഇവിടെ ഓൾറെഡി MDMA കേസിൽ കച്ചവടം വരെ നടത്തുന്ന രീതിയിലുള്ള ആൾക്കാർ ഈ സേനയിലുണ്ട്. ഇവർ വീണ്ടും ഈ സേനയിലോട്ട് തിരിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഡിസ്മിസ് ചെയ്ത് കളയണ്ടേ? ഇവരെ ഇങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെയാണ് ഇവിടെ ക്രമസമാധാനം നിലനിർത്തുന്നത്? ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അതിൽ വന്നതിൽ പല ആൾക്കാരും മദ്യപിച്ചിട്ടുണ്ട്. അതിന് നല്ല സ്മെല്ല്, കായും പൂയൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് സ്മെല്ല് അടിക്കുന്നുണ്ടായിരുന്നു. ഇനി വേറെ ഏതെങ്കിലും സാധനങ്ങൾ കൂടി അടിച്ച് കയറ്റിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. കാരണം ഡിസബിലിറ്റി ഉള്ളൊരു ചേട്ടനെ പോലും വിളിച്ച് നല്ല വർത്താനം ഉണ്ട്, എന്നിട്ട് ലാത്തി വീശിയേക്കുന്നത് ഡിസബിലിറ്റി ഉള്ളൊരു ചേട്ടനെ. അപ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്ന് ആലോചിച്ച് ഒരു കുഞ്ഞിനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ചേച്ചീനെ ലാത്തി വീശി എന്നൊക്കെ പറയുമ്പോൾ എന്നിട്ട് ഇവർ പറഞ്ഞ് ഇതൊന്നും സംഭവിച്ചിട്ടില്ല, ഇങ്ങനൊരു കാര്യമേ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു അടിമഴക്കം നടന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് നമ്മൾ ഇട്ടേക്കുന്ന ആ ഒരു ഇൻസ്റ്റയിൽ ഒക്കെ സ്റ്റോറി ആയിട്ട് ഇട്ടേക്കുന്ന ആ ഒരു വീഡിയോ നമ്മൾ എടുത്ത് വെച്ചതുകൊണ്ട് അതിനെ തെളിവായിട്ട് ഈ സാധനം കിടപ്പുണ്ട്. ഇല്ലെങ്കിൽ അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറയില്ലേ? അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കണ്ടതും കൊണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എവിടെയും വന്ന് പറയും. അതിന് ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി, കൊണ്ട കാര്യം ഞാൻ എവിടെ ആണെങ്കിലും ഞാൻ വന്ന് പറയും. എന്താണെങ്കിലും അഭിരാം ചേട്ടൻ്റെ ആ ഒരു ലാപ്ടോപ്പ്, തല്ലിപ്പൊട്ടിച്ച ലാപ്ടോപ്പ്, ആ പൊട്ടിച്ച ആൾ തന്നെ വാങ്ങിക്കൊടുക്കണമെന്ന് പറയുന്നില്ല. ഈ സേനയുടെ മുഖം രക്ഷിക്കാൻ ഈ സേന പുതിയൊരു ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും. പാവപ്പെട്ടവരാണ് സാർ, ജീവിച്ച് പൊക്കോട്ടെ. ഞങ്ങൾ സാധാരണക്കാരാണ്. ഇങ്ങനെ വന്ന് ദ്രോഹിക്കരുത്, അത്ര മാത്രമേ പറയാനുള്ളൂ.